അതാണ്. സോ മാക്സിമം ഞാൻ എന്താ കാണുന്നത്, ഈ കറക്ഷൻ വരികയാണെങ്കിൽ ഐ തിങ്ക് 26,120 ഇവിടുന്ന് സപ്പോർട്ട്, ഈ രണ്ടിൻ്റെ ഇടയിൽ സപ്പോർട്ട് എടുത്താൽ മതി. ഓക്കെ, മാക്സിമം ഇത്ര വരെ ഉള്ളൂ, 26,110. ഓക്കെ, സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുവാണെങ്കിൽ അത് 5th എൻറ്റഡ് ആവും 5 minutes ടൈം ഫ്രെയിമിൽ, ആൻഡ് നമുക്ക് ഫർദർ റെസിസ്റ്റൻസ് കാണാൻ പറ്റും. സോ ഇനി നാളെ ബാക്കി ആ ഇതിലേക്കായിരിക്കും നമുക്ക് ഫർദർ ഓക്കെ മൂവ് കിട്ടണത്. നാളെ ഓപ്പണിംഗ് എങ്ങനെയാണ് അത് നോക്കുക മസ്റ്റായിട്ട്. ഓക്കെ, നിഫ്റ്റി കഴിഞ്ഞ് ബാനിഫ്റ്റി വേഴ്സസ് കിടക്കാൻ പറ്റും. ബെനിഫിറ്റ് ഒന്നും ഇനി പറയാനില്ല, സപ്പോർട്ട് എടുത്തു താഴെ മുകളിലേക്ക് കയറുന്നുണ്ട്. സ്മോൾ ടൈം ഫ്രെയിമിൽ മാത്രമേ ഞാൻ ഇത് കാണിച്ചു തരാം. വേറൊന്നുമില്ല, സപ്പോർട്ട് ഇതായിരുന്നു ലാസ്റ്റ് ഞാൻ ഷെയർ ചെയ്തത്. പ്രൈസ് ബാനിഫ്റ്റിയിൽ എക്സാക്ട്ലി നിഫ്റ്റി ഇടുമ്പോൾ തന്നെയാണ് 1 2 3. ഓക്കെ, ഇതിനകത്ത് അങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ ഫർദർ റീട്രേസ്മെൻറ്റ് പ്രൈസ് ഇൻ ബോത്ത് ഇൻഡെക്സിൽ എനിക്ക് പറയാനുള്ളത്, ബോത്ത് ഇൻഡെക്സിൽ പ്രൈസ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ, സോ ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ സോ അത് 3rd തന്നെയാണ്, 4th എൻറ്റഡ് ആയിട്ടില്ല. ദാറ്റ് മീൻസ് മനസ്സിലാക്കുക, പ്രൈസ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ അത് 1 to 3rd തന്നെയാണ്. ഓക്കെ.